സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ 100 ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. UDF നേതൃത്വം നൽകുന്ന പുതിയ സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ 100 ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടയിലാണ് സതീശൻ 100 ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ചത്. 541 പരിപാടികളാണ് 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്നും ഓരോ 20 ദിവസം കൂടുമ്പോഴും പുരോഗതി വിലയിരുത്തുമെന്നും സതീശൻ വ്യക്തമാക്കി. ധനബില്ല് പാസാക്കിയതിന് പിന്നാലെ കർമ്മ പദ്ധതിയും പ്രഖ്യാപിച്ച് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. വൻ വിവാദങ്ങൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബില്ലാണ് നിയമസഭ പാസാക്കിയത്. ബജറ്റിന്റെ ഗ്രേസ് കളയാൻ പ്രതിപക്ഷത്തിനൊപ്പം ചിലരും കൂടിയെന്ന് UDFിലെ വിമർശകരെയും ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി വിമർശനം നടത്തുകയും ചെയ്തു. ബജറ്റിന്റെ ശോഭ കെടുത്താൻ പ്രതിപക്ഷം ശ്രമിച്ചെന്നും ചിലർ അതിനൊപ്പം കൂടിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അതിനൊന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇതെന്ന് ധനബില്ലിന്റെ ചർച്ചയുടെ മറുപടിയിൽ സതീശൻ വ്യക്തമാക്കി. UDFിൽ മാത്രമല്ല കേരളത്തിലാകെ മദ്യനയം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി കുറച്ച് നടപടി അടക്കം ചേർത്തുള്ള ബില്ല് ശബ്ദ വോട്ടോടെ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ പാസായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച് നടപടി ബജറ്റിൽ ഒളിച്ചു കടത്തിയതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നിയമസഭയ്ക്ക് മുകളിൽ എക്സിക്യൂട്ടീവിനെ പ്രതിഷ്ഠിക്കാനാണ് ശ്രമം. സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും വിടാതെ ബില്ല് പാസ്സാക്കാനുള്ള നീക്കത്തെയും ചോദ്യം ചെയ്ത് പ്രതിപക്ഷം ബില്ലിന്റെ ചർച്ച ബഹിഷ്കരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി നിർദ്ദേശം ബജറ്റിൽ ഉള്ളതാണെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ബജറ്റിലെ നികുതി നിർദ്ദേശം ധനബില്ലിൽ വരുമെന്ന് അറിയാത്തയാളാണോ മുൻ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു. ഇത് ധനബില്ലിൽ ഒളിച്ചു കടത്തിയതല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇടത് ഭരണകാലത്തെ ഫയൽ കുറിപ്പുകൾ സഭയിൽ ഉദ്ധരിച്ചു. വീര്യം കുറഞ്ഞ മദ്യം മദ്യാസക്തി കുറയ്ക്കുമെന്ന് പറഞ്ഞവരാണ് ഇടതുപക്ഷം. ബിയറിനും വൈനിനും തുല്യമായ നികുതി വേണമെന്നാണ് ഫയലിൽ എഴുതിയിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന നികുതിയാണ് UDF ചുമത്തിയതെന്നും വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് UDF ആണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കേണ്ട എന്ന് UDF തീരുമാനിച്ചാൽ വിൽക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കിയതാണ്. അതിന് ഒന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.